ഹലോ, ഇന്നിപ്പോൾ നമുക്കൊരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കാം. വേറൊന്നുമല്ല, ഇലയുടെയാണ്. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടിയപ്പത്തിൻ്റെ കുറച്ച് മാവ് പൊടി എടുക്കുകയാണ്. അത് ശർക്കരയുണ്ട്, പിന്നെ തേങ്ങയും. എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കാം, ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ അത് തേങ്ങയും ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാവ് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇലയിലേക്ക് നമ്മളിങ്ങനെ പരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറച്ച് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇതുമായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാനാണ്. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഫോൺ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നാണേ. അത് കഴിഞ്ഞ് നല്ലോണം മടക്കി ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം ഇതുപോലെ ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് സമൂസയുടെ ആ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി അങ്ങനെയാണ് വന്നത്. കുഴപ്പമില്ല, ഇങ്ങനെ ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കിയത്. നമുക്ക് എന്താവുമെന്ന് ലാസ്റ്റിൽ അറിയാം. എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട് ഇലയുടെ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, നല്ല വെന്ത് ശർക്കരയും തേങ്ങയൊക്കെ അതിലൂടെ മിക്സായി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, ബൈ.